മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതം അടിമുടി മാറുന്നു. അടിമുടി മാറാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനത ജാതിയും മതവും ഇസങ്ങളും എല്ലാവരെയും എല്ലാത്തിനെയും മാറ്റിവെച്ച് നമ്മുടെ നാടിന് ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മുടെ പൈതൃകത്തോടും നമ്മുടെ സംസ്കാരത്തോടും അഭിമാനമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു പ്രയാണം, ആ പ്രയാണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വളരെ വളരെ വ്യക്തമായ രീതിയിൽ പ്രദർശിപ്പിക്കുന്ന, പ്രകടിപ്പിക്കുന്ന, പ്രസരിപ്പിക്കുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് അതായിരുന്നു 1-2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതും കേട്ടതും. യഥാർത്ഥത്തിൽ ഇന്ന് ഭാരതത്തെ ഭരിക്കുന്നവര് അധികാര കസേരയിലേറി ഏതാണ്ട് 150 ദിവസം, 5 മാസം തികഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇതിനിടയ്ക്ക് കുറച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലെയുള്ള ഒരു റിസൾട്ട് അല്ലാത്ത റിസൾട്ട് വന്നപ്പോൾ മറ്റൊരു സൂചന ഉണ്ടായിരുന്നു എങ്കിലും ധീരമായ ഒരു നടപടി എന്ന പോലെ ഇലക്ഷനുകളെ 2 സംസ്ഥാനത്തിലുള്ളതും അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോയപ്പോൾ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും അമ്മയും മകനും വളരെ വ്യക്തമായ ഭാഷയിൽ പറയേണ്ടായി, ഭാരതം മാറ്റം ആഗ്രഹിക്കുന്നു. ആ ജനങ്ങളുടെ വികാരത്തോടൊപ്പം പുതിയ ഗവൺമെന്റ് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അപ്പൊ ഇത്രയും കാലം ഭാരതത്തെ ഭരിച്ചവർ തന്നെയാണ് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവർ സ്വാഭാവികമായിട്ടും പറയുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിലെ ന്യായീകരിക്കുകയോ ശരിയാണെന്ന് അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യും. ഇപ്പൊ ഭാരതം ഉജ്ജ്വലമായ രീതിയിൽ ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവില് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ദൃഢമായി തന്നെ ഞങ്ങളുടെ കാലിൽ നിലനിൽക്കും. നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടേതായിട്ടുള്ള മാർഗനിർദ്ദേശവും നിങ്ങളുടേതായിട്ടുള്ള ഭീഷണിയും ഭീകരതയും ഒന്നും ഈ രാഷ്ട്രത്തെ ബാധിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാതെ കാണിച്ചുകൊണ്ട് തന്നെ, പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ ഈ 150 ദിവസം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഭാരതം എന്താണെന്നും ആത്മീയതയും ഭൗതികതയും സാമ്പത്തികതയും ധീരതയും ചൈതന്യവും എന്താണെന്ന് പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ മുമ്പോട്ടുള്ള പ്രയാണത്തില് അഭിമാനം തോന്നുന്നു. അസാധാരണമായ വിധത്തില് ആഹ്ലാദം തോന്നുന്നു. പല ചേരിയിലിരുന്നവര്, പല ചേരിയിൽ നിൽക്കുന്നവര്, പല ചേരിയിലിരുന്ന് ഭരിക്കുന്നവര്, അവരിൽ ധാരാളം വ്യക്തികൾ ഇന്ന് ഇപ്പൊ ഭരിക്കുന്നവരെ
സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും ഒരു സങ്കോചവുമില്ലാതെ മുമ്പോട്ട് വരുന്നൊരു കാഴ്ച ഒരു വശത്ത്, മറ്റൊരു വശത്ത് പല ചേരിയിൽ നിൽക്കുന്നവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവനവന്റെ പാർട്ടി, എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ ഇസം, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും അധികം നന്മ ചെയ്യുന്നവരെന്ന ധാരണകളും തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളുമെല്ലാം പറഞ്ഞും പറയിപ്പിച്ചും കേൾപ്പിച്ചുമെല്ലാം മുമ്പോട്ട് പോകുന്നവർക്കെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയുമുള്ള മാറ്റം ഒറ്റയ്ക്ക് ഇലക്ഷന് നിന്ന് ജയിക്കാൻ വേണ്ട സാഹചര്യമുണ്ടാക്കി മറ്റൊരു തരത്തിലും കുറ്റപ്പെടുത്താനുള്ള വഴികൾ ഉണ്ടാക്കാതെ മുമ്പോട്ട് പോയ ആ ധീരത ഭാരതമാതാവിന്, ഭാരതത്തെ സ്നേഹിക്കുന്നവർക്ക്, ഭാരതത്തെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക്, ഭാരതത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ അവസ്ഥയിൽ ദുഃഖിക്കുന്നവർക്കെല്ലാം ആത്മാഭിമാനം നൽകുന്നു എന്ന് മാത്രമല്ല, ഭാരതത്തിന് പുറത്തുള്ളവർക്ക് അസന്നിഗ്ധമായിട്ടുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ് ഈ രാഷ്ട്രത്തില് ഇപ്പൊ ഭരിക്കുന്നവർക്ക് ഇടയ്ക്കൊരു കാലത്ത് ലഭിച്ച സപ്പോർട്ടല്ല, അത് കോൺഗ്രസിന്റെ മറ്റു പാർട്ടികളുടെ തട്ടകത്തിലും ആ വിജയം വളരെ എളുപ്പത്തിൽ അനായാസേന ആവർത്തിക്കുമെന്ന പ്രഖ്യാപനം വോട്ടിലൂടെ കാണിച്ചു കൊടുത്ത് ലോക ജനതയെ ബോധ്യപ്പെടുത്തി, നിങ്ങൾ 5 മാസം മുമ്പ് കണ്ട ഭാരതം, ഈ കഴിഞ്ഞ 5 മാസങ്ങളായി കണ്ട ഭാരതം, ആ ഭാരതത്തിൻ്റെ ഭരണസാരഥികൾക്കും ചിന്തകൾക്കും അകത്തും പുറത്തും അസാധാരണമാം വിധത്തില് സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഭാരത ജനത മുമ്പോട്ട് വന്നു എന്ന കാഴ്ച അഭിമാനാർഹമാണ്. ആ അഭിമാനത്തില് നമ്മളിൽ സാധിക്കുന്നവർക്കെല്ലാം പങ്കെടുക്കാം. ചെറിയതാണെങ്കിലും മുകളിൽ വന്ന മാറ്റം ചുവട്ടിലും പ്രതിഫലിക്കുന്നത് കാണാം. 2 ഉദാഹരണം. അടുത്ത് നടന്ന 1-2 മീറ്റിങ്ങുകളിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ധീരനായ ഉയർന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടി വിളക്ക് കത്തിച്ചു. എന്തുകൊണ്ട്? വിളക്ക് കത്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. കത്തോലിക്കരുടെ പരമാചാര്യനായ ബിഷപ്പ് സൂസവാക്യം പറഞ്ഞു, നല്ലത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കും. മറ്റൊരർത്ഥത്തിൽ ഇന്നലെ ചെയ്തതുപോലെയല്ല, ഇവിടെ നിന്ന് പിഴയ്ക്കണമെങ്കിൽ ഈ നാടിനോട് കൂറുവേണം, ഈ നാടിനെ നന്നാക്കുന്നവരുടെ കൂടെ നിൽക്കണമെന്ന്, അല്ലെങ്കിൽ ഞങ്ങളെ നന്നാക്കുന്നവരെ കൂടെ നിർത്തും, ഞങ്ങളെ നന്നാക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ സൂസവാക്യം ബിഷപ്പ്, അദ്ദേഹം നല്ലതാര് ചെയ്താലും അതിനെ ആദരിക്കും, പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞത് എത്ര ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിലും അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അത് പറഞ്ഞത്. അതിന് കാരണം സ്വാതന്ത്ര്യം കിട്ടി 65 വർഷം കഴിഞ്ഞ് ഒരു പുനർവിചിന്തനത്തിന് ഭാരത ജനത മുമ്പോട്ട് വരുന്നു. അതില് ഈ മതാന്ധതയില്ലാത്ത വിവിധ മതത്തിൽപ്പെട്ട യുവാക്കളും യുവതികളും മറ്റെല്ലാവരും
ധന്യമായ രീതിയിൽ ഒരുമിച്ച് മുമ്പോട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ട് ഉണ്ടായത്. അത് ഭാരതത്തെയും ഭാരതീയ പൈതൃകത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കേവർക്കും അഭിമാനകരമാണ്. ഒരു മാതൃകാ ഭാരതം ആത്മീയതയിലും ഭൗതികതയിലും ശാസ്ത്രീയതയിലും ഊന്നിയ ഒരു ഭാരതം അടവു നയങ്ങളും തട്ടിപ്പ് നയങ്ങളും അവസരവാദങ്ങളെയുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ ഇന്ന് ഭരിക്കാൻ മാത്രമല്ല നാളെ നിലനിർത്താനും കൂടി വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കൈകോർത്ത് പിടിച്ച് പരമപവിത്രമായ ഭാരതത്തെ പരമമായ വൈഭവത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഭരണകർത്താക്കൾ വരികയും പോവുകയും ചെയ്യും. ഭാരതം എന്നും നിലനിൽക്കും. ആ രാഷ്ട്രത്തെ ചൈതന്യവത്താക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പ്രണാമം. നമസ്കാരം.